ഇല്ലാത്തതിൽ നിന്ന് നമുക്ക് ഇല്ലാത്തതിൽ നിന്ന് ഇങ്ങനെ വളരണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു വലിയൊരു ചിക്കൻ ഷോപ്പിൽ ചെല്ലുന്ന ഒരു 11 വയസ്സായ കുട്ടി, പൈസ ഇല്ല അവൻ്റെ കയ്യിൽ, നട്ടപ്പാതിര നേരം ആ ഷോപ്പ് അടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഡോറ് പോയിട്ട് മുട്ടി. 11-കാരനായ മോന് വിശന്ന് വലഞ്ഞിട്ട് ഒരു ബ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അലയുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. അങ്ങനെ അവിടെ പോയിട്ട് അത് മുട്ടിയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്, കാരണം തുറക്കൂല എന്ന് പറഞ്ഞ് ബാക്ക് സൈഡിലൂടെ പോയിട്ട് ബാക്കിൽ മുട്ടി. ഒരു പാവം സ്ത്രീ, അവിടുത്തെ പാചകക്കാരിയായ സ്ത്രീ ഒരു ബണ്ണെടുത്ത് കൊടുത്തു, ഒരു ബർഗർ പോലെയുള്ളൊരു ബണ്ണ്. ആ ബണ്ണ് കഴിച്ചിട്ട് ആ കുട്ടി അന്നത്തെ അത്താഴം എന്തായത് കഴിച്ചു. ആ ഓർമ്മ ബാക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിൽ ഒരു വലിയ ഹെലികോപ്റ്ററിൽ അദ്ദേഹം വന്ന് ഇറങ്ങുകയാണ്. ആ ഇറങ്ങിയിട്ട് ഈ സ്ത്രീയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതാണ് ആ മനുഷ്യൻ്റെ ചരിത്രം. ആ സ്ത്രീ അന്വേഷിച്ച് നടന്നപ്പോൾ അവർ വീട്ടിൽ ഇപ്പോൾ സ്വസ്ഥമായിട്ട് കഴിയാണ്. പക്ഷെ അത്രമാത്രം വകയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ആ സ്ത്രീക്ക് ഇദ്ദേഹം സമ്മാനിച്ചത് ആ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹോട്ടലാണ്. നിങ്ങൾ ദ ഗ്രേറ്റ് റൊണാൾഡോയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കൂ. 11-ാമത്തെ വയസ്സിൽ തൻ്റെ അത്താഴപ്പട്ടിണി മാറ്റി ഈ പാവം സ്ത്രീയെ അന്വേഷിച്ച് നടന്ന് ആ രാജ്യത്തെ ഏറ്റവും വില കൂടിയ ഹോട്ടൽ ആ പാവത്തിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് റൊണാൾഡോ. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് ഉയർന്നു വന്നപ്പോൾ ആ പാവം സ്ത്രീക്ക് സമ്മാനം കൊടുത്തത് ഏറ്റവും ടോപ്പ് ഹോട്ടലായിരുന്നു. അപ്പോൾ 11 വയസ്സിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. 14-ാമത്തെ വയസ്സിൽ ഇതേപോലെ എന്തായിട്ടുണ്ട്, അദ്ദേഹം അമ്മയുടെ കൂടെ എന്തിനു പോയിട്ടുണ്ട്, അടുത്ത വീട്ടിലെ തുടപ്പുകാരനായി പോയിട്ടുണ്ട്. പക്ഷെ ഡ്രീം എവിടെയും അവസാനിപ്പിച്ചില്ല, തൻ്റെ സ്വപ്നം എവിടെയും അവസാനിപ്പിച്ചില്ല. ഇതേപോലെ ഇരിക്കുന്ന നമ്മളൊന്നും ഒരു പക്ഷേ ആരുമാകില്ല, പക്ഷേ നമുക്ക് ഉയരാൻ പറ്റണം. നമ്മുടെ ചിന്താഗതി അങ്ങനെ ആക്കി മാറ്റണം. ആ ഒരവസ്ഥയിലാകുന്നത് വരെ നമ്മളോട് തന്നെ പോരാടിക്കൊണ്ടിരിക്കണം. അതിൽ നമ്പർ 1, നമ്മൾ സ്ലേറ്റ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല, ബോർഡ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരം ശരിക്കൊന്ന് നോക്കണം. ഇതിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞുതരും. നോബൽ പ്രൈസ് അതിന് കിട്ടിയത് അല്ലേ ഡോക്ടറെ? ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിങ്ങിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ എതിർപ്പുള്ളവരും ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട്. ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് അത് നിങ്ങൾ ഈ KMCCൻ്റെ പരിപാടിക്കൊക്കെ വരുമ്പോൾ നട്ടപ്പാതിരക്ക് കഴിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ 7 മണിക്ക് കഴിച്ചാൽ പിറ്റേന്ന് ഏകദേശം ഒരു 7 മണി 8 മണി വരെ. അത് ചില ബോഡിക്ക് ചിലപ്പം പറ്റില്ലായിരിക്കാം, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷെ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു മോഡാണ് എന്ന് ലോകം തെളിയിച്ചൊരു സാധനമാണ്. വേണോ വേണ്ടിയോ എന്ന് നമ്മൾ വേറെ തീരുമാനിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക. അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഫിസിക്കൽ മോഡിൽ നമ്മൾ ഉഷാറാവുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കൽ വേങ്ങര മണ്ഡലത്തിൻ്റെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അതേപോലെ ക്ലാസ് എടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ 10 മണിക്ക് നിർത്തണം, 10:30 നിർത്തണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ എന്നോട് വിളിച്ചിട്ട് അവിടുത്തെ ഹക്ക് എന്ന് പറഞ്ഞ ആളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും വേങ്ങരയുള്ള ഹക്ക് എനിക്ക് ഫോൺ തന്നിട്ട് കുഞ്ഞാപ്പ സാഹിബാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ഏകദേശം ഒരു 12 മണി വരെ നീട്ടുമെന്ന് ചോദിച്ചു. അവിടുന്ന് പിന്നെ 1.5 മണിക്കൂറുണ്ടേ, 12:30 വരെ. ഞാൻ ഇപ്പം നിർത്താൻ പോകുന്നത്. അല്ല, ഞാൻ 12 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരാണ് ഉദ്ഘാടനം. വേങ്ങര മണ്ഡലമായതുകൊണ്ട് എത്താതിരിക്കാനും പറ്റില്ല, സ്വന്തം മണ്ഡലമാണല്ലോ, അതാണ് പ്രശ്നം. ഏതായാലും 12 മണിക്ക് മൂപ്പര് വരെ. ഞാൻ ഒരാളെ പൊക്കി പറയല്ല, ഞാൻ പ്രസംഗിച്ച് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൂപ്പര 12 മണിക്ക് ചുറ്റൊരു വരവാണ്, ചെറുപ്പക്കാർ നടന്നു കയറുന്നത് പോലെ വേദിയിലേക്ക്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഫിസിക്ക് നല്ല നോക്കുന്ന ആളാണ്. ഇല്ലാത്തതൊന്നും തിന്നൂല. ഞങ്ങൾ ഒരുപാട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തിന്നോടിയിട്ടാ എല്ലാവർക്കും ഇട്ട് കൊടുക്കും. അതെന്തിനാരോ ഇങ്ങോട്ട് ആരും ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടേ മൂപ്പര് പോവുള്ളൂ. മൂപ്പരുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും. എല്ലാ വെജിറ്റബിൾസും എല്ലാ ഫ്രൂട്ട്സും ഒക്കെ അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ട് തിന്നുന്നൊരു ശൈലിയിലേക്ക് അദ്ദേഹം എത്തി. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ ആൾക്കാർ, ഇപ്പോൾ സമദാനി സാഹിബ് കാലിന് വയ്യാന്നേ ഉള്ളൂ, പക്ഷേ വേറൊരു അസുഖം ആ സാധുവിനില്ല. കാലിന് വയ്യാത്ത അസുഖങ്ങളൊന്നും ആ സാധുവിനില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? അത് പാർലമെൻറ്റിലേക്ക് കഞ്ഞിയും ഉണക്കമീനും കൊണ്ടുപോകണം. ഉണക്കമീൻ കഴിക്കേണ്ട വേറെ കാര്യങ്ങളാണ്. ഉണക്കമീനും കൊണ്ടുപോകണ ഏക MP ആയിരിക്കും മൂപ്പര്. ഇപ്പോഴത് പറയാറുണ്ട്, ഞാൻ പാർലമെൻറ്റിലേക്ക് എന്ത് കൊണ്ടുപോകാറുണ്ട്, കഞ്ഞി കൊണ്ടുപോകാറുണ്ട് എന്ന് വെച്ചാൽ ഫുഡിലുള്ള സൂക്ഷ്മത നേതാക്കന്മാരെ നിങ്ങൾ പാലിച്ചേ പറ്റൂ. നിങ്ങളോട് പറയുമ്പോൾ എനിക്കും ഒരു പാലിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് മനസ്സിലായോ? പാലിച്ചേ പറ്റൂ. അനാവശ്യമായ ഭക്ഷണങ്ങളും അനാവശ്യമായ കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. നമ്പർ 2, ഇൻ്റലക്ച്വൽ ചേഞ്ച്. ഇപ്പം നമുക്ക് ബുദ്ധിപരമായ സാമർത്ഥ്യം. നമുക്ക് 4 സാധനം ഉള്ളത്. ഇസ്ലാമികപരമായി പറഞ്ഞ ഏതൊക്കെയാണ് ഉള്ളത് ഒന്ന് പറഞ്ഞാട്ടെ. നമ്മളിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് ഒന്ന് പറയും. 1 ശരീരം ആണോ അല്ലേ? ഉറപ്പല്ലേ? 2ാമത്തത് ഇതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ടതെന്ന് വിശ്വാസം പറഞ്ഞത് ഏതാ? ഹൃദയം. ഏതാണ്? ഹാർട്ട്, കൽബ് എന്ന് പറഞ്ഞ സാധനം. 3ാമത്തേതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഉണ്ട്. അതേതാ? ബ്രെയിൻ. അതേതാണ്? ബുദ്ധി. മനസ്സിലായോ?
നാലാമത്തെ ഒന്നും കൂടി ഇസ്ലാമിക വീക്ഷണ പറഞ്ഞു. നാലാമത്തെ ഒന്നും കൂടി ഉണ്ട്. അതേതാ കുറച്ചും കൂടി പവർഫുൾ ആയത്? സോൾ. ഏതാണ്? ആത്മാവ്. ഈ നാലിനെയും എന്താക്കണം? നമ്മൾ സംതൃപ്തിപ്പെടുത്തണം. മനസ്സിലാവുണ്ടോ? ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ സംതൃപ്തിപ്പെടുത്താം. ചില ആൾക്കാർ ബുദ്ധിപരമായി പഠിച്ച് വായിച്ച് ബുദ്ധിപരമായി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. അയാളുടെ ഫിസിക്ക് വീക്കായിരിക്കും, അയാൾ ഇമോഷണലി ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകില്ല, സ്പിരിച്വലി അള്ളാഹുവിന് അടുത്തിട്ടുണ്ടാവില്ല. നേരെ മറിച്ചിട്ട് ചില ആൾക്കാരുണ്ടാവും ആത്മീയപരമായി ഭയങ്കര ഉഷാറായിരിക്കും, പള്ളി ഉണ്ടാവും, മദ്രസ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, പ്രാർത്ഥന ഉണ്ടാവും, ദിക്റുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങൂല. അവിടെ അവൻ്റെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇമോഷണലി ആളുകളോട് അടുക്കണം, ആളുകൾക്ക് സഹായം ചെയ്യണം, ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ആ വേദനകൾ ഏറ്റെടുക്കണം. അതിന് അപ്പോൾ ദീനെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞാട്ടെ. ഒന്ന്, ശാരീരികമായി നമ്മൾ ചെയ്യുന്നതുണ്ട്, ബുദ്ധിപരമായി നമ്മൾ ചെയ്യുന്നതുണ്ട്, അതേപോലെ തന്നെ ഇമോഷൻ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ദീനീ വ്യാഖ്യാന പ്രകാരം ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഹൃദയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് എൻ്റെ എന്താ പറയുക ഹൃദയതുല്യമായ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഹൃദയം പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന, അതായത് മനുഷ്യൻ്റെ വേദനകൾ ഏറ്റുവാങ്ങുന്ന ഇടമെന്ന് ഇസ്ലാം പരിചയപ്പെടുന്ന ഹൃദയത്തെയാണ്. അപ്പോൾ അത് മനുഷ്യരോട് ബന്ധപ്പെട്ട കടപ്പാടുകളാണ്, അവരുടെ വേദനകളാണ്. ഇപ്പം എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വൈറ്റ് ഗാർഡിൻ്റെ ആളുകൾ പെട്ടെന്ന് ഓടിയെത്തിയത്? ഞാൻ കുറ്റപ്പെടുത്തല്ല, DYFI കുറേ കഴിഞ്ഞിട്ട് എത്തുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? വൈറ്റ് ഗാർഡ് എല്ലാറ്റിനെയും ഹൈജാക്ക് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അവരെത്തിയത് 4ാമത്തെ ദിവസമാണ്. പക്ഷേ വൈറ്റ് ഗാർഡും യൂത്ത് ലീഗിൻ്റെ മക്കളും മുസ്ലിം ലീഗിൻ്റെ ആളുകളും ആദ്യ ദിവസം തന്നെ ഓടിയെത്തി. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് എന്തെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന ആ ഒരു വല്ലാത്തൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ന് പറയുന്ന ലീഡേഴ്സ് ഈ 4ഉം ഫുൾഫിൽ ചെയ്യണം. ഏതൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ? നിങ്ങൾ പറ, നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ഒന്നും കൂടി പറഞ്ഞോളി. ഒന്ന് ഏതൊക്കെയാണ്? ശരീരത്തെ നമ്മൾ എന്താക്കണം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ തന്നെ കാക്കണം എന്നുള്ളതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരെ ഇറാനിൽ നിന്ന് വീട്ടിലെത്തിയ സമയത്താണ് അറിയുന്നത് അദ്ദേഹം കിടന്നുറങ്ങാണ്. നേരം ഉച്ച നേരവുമാണ്, ളുഹർ കഴിഞ്ഞിട്ടുള്ള ഉറക്കം. അതിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തൊരാളാണ്? 20 രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് നിങ്ങൾ. 20 രാജ്യമാണെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിൻ്റെ കീഴിലുള്ളത്, ഈ ഇറാനും ഇറാഖും ഇതൊക്കെ അടക്കം. ഇത്രയും വലിയ അമീറുൽ മുഅ്മിനീനായിട്ട് നിങ്ങൾ എന്ത് പണിയാണ്, ഉച്ചയ്ക്ക് കിടന്നുറങ്ങുകയാണോ എന്ന് ഇയാൾ ചോദിക്കുകയാണ്. ഇറാനിൽ നിന്ന് വന്നാൾ, അന്നത്തെ പേർഷ്യ. ആ മനുഷ്യനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എനിക്ക് അള്ളാഹുവിനോട് കടപ്പാടുണ്ട്, എനിക്കെൻ്റെ കുടുംബത്തോട് കടപ്പാടുണ്ട്, എനിക്കെൻ്റെ സമൂഹത്തോട് കടപ്പാടുണ്ട്, എനിക്കെൻ്റെ ഈ തടിയോടും കടപ്പാടുണ്ട്. കാരണം വിശ്രമിക്കുക എന്നതെൻ്റെ തടിയോട് ചെയ്യാനുള്ള കടപ്പാടാണ്. കാരണം രാത്രിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രാത്രിയിൽ എനിക്ക് ഉറക്കം കുറവാണ്. അതുകൊണ്ട് പകലൊരു ലേശം കിടന്നുറങ്ങിയേ പറ്റൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അവിടെ നമുക്ക് നമ്മുടെ ശരീരത്തോട് കടപ്പാടുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ജേർണി വിത്ത് മീ. എൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര. അതിൽ നമ്മൾ എന്താക്കണം? എൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഊട്ടിക്കും മൈസൂർക്കും മാത്രമാണെന്ന്. എൻ്റെ കൂടെയുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ ജോക്കിംഗ് ഉണ്ട്, എൻ്റെ എക്സസൈസ് ഉണ്ട്, ഒറ്റയ്ക്കുള്ള എൻ്റെ സഞ്ചാരങ്ങളുണ്ട്, എൻ്റെ സഞ്ചാരപഥങ്ങളുണ്ട്, ഒറ്റയ്ക്കിരുന്നുള്ള ചിന്തയുണ്ട്, ഒറ്റയ്ക്കിരുന്നുള്ള വായനയുണ്ട്, ഒറ്റക്കാളുകൾ റീഡ് ചെയ്യലുണ്ട്, ഒറ്റയായി നടക്കലുണ്ട്, ഒറ്റക്കായി എല്ലാം തീരലുണ്ട്. അതിൻ്റെ പേരാണ് ഏകാന്തപഥികൻ. അത് നമ്മൾ ആയേ പറ്റൂ. അപ്പോഴേ നമുക്കൊരു ചിന്ത വരും.